സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയാണ്. കങ്ങരപ്പടിയിൽ മിനി സ്റ്റേഡിയത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. കങ്ങരപ്പടിയിലെ മിനി സ്റ്റേഡിയത്തിന്റെ നിർമ്മാണോദ്ഘാടനം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 99 ലക്ഷം രൂപ ചെലവഴിച്ചാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. യുവതക്കൊപ്പം കളമശ്ശേരി പദ്ധതിയുടെ ഭാഗമായി മണ്ഡലത്തിലെ കായിക സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വിപുലമായ പദ്ധതികളാണ് നടപ്പാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. 1980 ചതുരശ്ര മീറ്ററിൽ ഫുട്ബോൾ ഗ്രൗണ്ട് വികസനമാണ് സ്റ്റേഡിയം നിർമ്മാണത്തിലെ പ്രധാന ഘടകം. 517 ചതുരശ്ര അടി വലിപ്പമുള്ള സ്റ്റേജും മേൽക്കൂരയും സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ള ഗ്രീൻ റൂം, ശുചിമുറി സൗകര്യങ്ങൾ, വെള്ളമൊഴുകിപ്പോകുന്നതിനുള്ള കനാൽ, ചുറ്റുവേലി, ഫ്ലഡ് ലൈറ്റ് തുടങ്ങിയ സൗകര്യങ്ങളും സ്റ്റേഡിയത്തിലുണ്ടാകും. വാക്വേ നിർമ്മാണവും പരിഗണിക്കുമെന്നും മന്ത്രി അറിയിച്ചു. യുവതയ്ക്കൊപ്പം എന്ന പദ്ധതിയുടെ കൂടി ഭാഗമായി യുവാക്കളെ ഈ മേഖലയിലേക്ക് നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ പലതരത്തിലുള്ള തെറ്റായ വഴികളിലേക്ക് പോകാൻ ഇടയുള്ള പ്രായം എന്നുകൂടി കണക്കാക്കി അതിനെ ക്രിയാത്മകമായി മാറ്റാൻ ഗ്രൗണ്ടുകൾ വികസിപ്പിക്കുക. ഇപ്പോൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നമ്മളിപ്പോൾ 10 കോടി രൂപയാണ് ചെലവഴിച്ച് ഗ്രൗണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ 99 ലക്ഷമാണ്. ശശി ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ പുറകെ നിൽക്കുന്ന ആളാണ്. ഇപ്പം ഞാൻ ചോദിച്ചത് അങ്ങ് നടത്തിക്കോ, ഇന്ന് കുറച്ച് പരിപാടി ഉള്ളതാണ്, ഉദ്ഘാടനം നോക്കാൻ സമയം കളയാണ്ട, നിങ്ങൾ തുടങ്ങിക്കോളും. ശശി ഒന്നല്ല, ഒരു നിർമ്മാണ ഉദ്ഘാടനം എന്തായാലും വേണം എന്ന് പറയുകയാണ്. 99 ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. അപ്പോൾ ഇല്ല, നമ്മുടെ ആളുകൾ ആദ്യം തന്നെ പറയുള്ളൂ, അനുവദിച്ച് കഴിയുമ്പോൾ അടുത്ത് പറയും, നിർമ്മാണം തുടങ്ങുമ്പോൾ അടുത്ത് പറയും, ഉദ്ഘാടനം എത്താറാകുമ്പോൾ അടുത്ത് പറയും. അപ്പം അങ്ങനെയാണ് നമ്മുടെ രീതി. എന്തായാലും ഇപ്പം അതിൻ്റെ ഒരു കുറവ് വേണ്ട, നമുക്ക് ഇതിൻ്റെ ഭാഗമായി പ്രൊജക്ട് സംവിധാനം കൂടി ഇവിടെ ഏർപ്പെടുത്താവുന്നതാണ്. ഗ്രൗണ്ട് കൊടുത്താൽ നന്നായി പോകണം. ഇവിടെ എല്ലാ ദിവസവും കളി നടക്കുന്ന സ്ഥലമാണ്. അപ്പം അത് രണ്ടും നമ്മൾ 1,30 ലക്ഷം രൂപ രണ്ടിനും കൂടി പദ്ധതി തയ്യാറാക്കി അയക്കണം. ഇതിന് അംഗീകാരം കൂടി കിട്ടണം. കളമശ്ശേരിയുടെ അപ്പുറത്ത് ഗ്രൗണ്ടേ ഇല്ല, കുറേ കാലമായിട്ടുള്ളതാണ്. ഇപ്പോൾ കാർബോറണ്ടം അവസാനം സംബന്ധിച്ചു, പിന്നെ മണ്ണ് മാറ്റണമെന്നുള്ള അനുമതി കുറേ വൈകി, ഇപ്പോൾ അനുമതിയായി. മിക്കവാറും അടുത്ത ആഴ്ചയോടുകൂടി തന്നെ അതിൻ്റെ ലെവലിംഗ് പരിപാടി ആരംഭിക്കാൻ കഴിയും. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒന്ന് നെറ്റ് കെട്ടണം എന്നുള്ളതാണ്. അത് നമുക്ക് ഇതിൻ്റെ കൂടെ നോക്കാം. ഇപ്പൊ തന്നെ ഫെൻസിങ് നമ്മൾ വെച്ചിട്ടുണ്ട്. നെറ്റ് കെട്ടുന്ന കാര്യം കൂടി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. പിന്നെ ഇതിനോടൊപ്പം ഒരു വാക്ക് വേ കൂടി വേണമെന്നാണ് അല്ലേ? അത് നമുക്ക് ഈ ഓപ്പൺ ജിമ്മിന്റെ കൂടെ അതുകൂടി പറ്റുമെന്ന് നോക്കാം. ആളുകൾ രാവിലെ നടക്കണം, അപ്പോൾ ബസ്സൊന്നും പേടിക്കണ്ട, രാവിലെ നടക്കണം. ഇതിന് നമ്മളിപ്പോ ഈ ചെണ്ടുപറയാണ് വെള്ളം കെട്ടുന്ന ഒഴിവാക്കാനുള്ളത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 10 കോടി രൂപ ചെലവഴിക്കുന്ന കുസാറ്റ് സ്റ്റേഡിയം, ചങ്ങമ്പുഴ നഗർ ഗ്രൗണ്ട്, കടുങ്ങല്ലൂർ വൃന്ദാവനം ഗ്രൗണ്ട്, ആലങ്ങാട് കൊടുവഴങ്ങ വോളിബോൾ ഗ്രൗണ്ട്, കടുങ്ങല്ലൂർ കോസ്മോസ് വോളിബോൾ ഗ്രൗണ്ട്, വട്ടേക്കുന്നം ടർഫ്, പഴന്തോട് ഓപ്പൺ ജിം, തടിക്കക്കടവ് പാലം ഓപ്പൺ ജിം, കളമശ്ശേരി ഗ്ലാസ് കോളനി ഓപ്പൺ ജിം എന്നീ പദ്ധതികളാണ് കളമശ്ശേരിയിൽ നടപ്പാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. കങ്ങരപ്പടി റോഡ് 18.5 മീറ്ററിൽ വീതി കൂട്ടി നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിയുടെ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. 1.4 കിലോമീറ്റർ റോഡാണ് വീതി കൂട്ടുന്നത്. 40 കോടി രൂപ പദ്ധതി ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിയിൽ 1 കോടി രൂപ പ്രാരംഭ ചെലവുകൾക്കായി ഒടുവിലെ ബജറ്റിൽ സംസ്ഥാന സർക്കാർ അനുവദിച്ചിരുന്നു. ചടങ്ങിൽ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ KH സുബൈർ അധ്യക്ഷത വഹിച്ചു. പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് 99 ലക്ഷം രൂപ നമുക്കിവിടെ അനുവദിച്ച് നമ്മുടെ ഒരു സ്വപ്നം ഇവിടെ പൂവണിഞ്ഞിട്ടുള്ളത്. അതിനുവേണ്ടി നമ്മുടെ എല്ലാവരുടെയും എല്ലാവിധ പിന്തുണയും സഹായ സഹകരണവും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം നാടിന്റെ ഇന്നത്തെ രാഷ്ട്രീയ ചുറ്റുപാടുകളെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കുട്ടികളെല്ലാവരും ഈ ഗ്രൗണ്ടിൽ ഒത്തുകൂടിക്കൊണ്ട് അവര് ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായിട്ട് ഒരുമിച്ച് കളിച്ച് അവരുടെ സൗഹൃദങ്ങളൊക്കെ വളർത്തിയെടുക്കേണ്ട ഒരു അതിപ്രസക്തമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ രാഷ്ട്രീയവും രാജ്യവും ഒക്കെ കടന്നു പോകുന്നത്. അപ്പൊ ആ ഒരു ബോധത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഈ മൊബൈലിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കാതെ എല്ലാവരെയും
ഇപ്പൊ എന്റെ കുട്ടികളാണെങ്കിലും നിങ്ങളുടെ കുട്ടികളെ എല്ലാവരെയും ഈ ഗ്രൗണ്ടിലേക്ക് നമ്മൾ തന്നെ എത്തിച്ചു കൊണ്ടുവന്ന് അവരുടെ സൗഹൃദ വലയങ്ങളും നല്ലൊരു കൂട്ടായ്മയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ മുതിർന്നവരുടെയും പിന്തുണയും സഹായ സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മന്ത്രിക്ക് ഞാൻ കളമശ്ശേരി നഗരസഭയുടെ പേരിലും കങ്ങരപ്പടിക്കാരുടെ പേരിലും നിങ്ങളിവിടെ കൂടിയിട്ടുള്ള ഓരോരുത്തരുടെ പേരിലും പ്രത്യേകം നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. കൗൺസിലർമാരായ കെ ശശി, TA അസൈനാർ, PS ബിജു, PV ഉണ്ണി, ലിസി കാർത്തികയൻ, നിഷിദ സലാം, മിനി കരീം, മൈമൂനത്ത് അഷ്റഫ, റഫീഖ് മരക്കാർ, KT മനോജ്, റാണി രാജേഷ്, തൃക്കാക്കര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് CSA കരീം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി.